പരിശുദ്ധ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയത്തെപ്പറ്റി പഴയ നിയമ തിരുവെഴുത്തുകളിൽ എല്ലാം ഭംഗിയായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൾമരമെരിയാതെരുതീ തന്നടുവിൽ കണ്ടതുപോൽ ചിന്മയനാം മറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടു. അതിനാൽ ഭംഗവുമാ കന്യാ വ്രതമുദ്രയ്ക്കുണ്ടായില്ല. കന്യാവ്രതത്തിന് യാതൊരു കേടും സംഭവിക്കാതെ ദൈവപുത്രനെ പ്രസവിപ്പാനുള്ള ഭാഗ്യം കന്യാമറിയത്തിന് ലഭിച്ചു എന്ന വലിയ രഹസ്യമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ തിരുവെഴുത്തുകളിൽ ലക്ഷോപലക്ഷം ഇസ്രയേൽ മക്കൾ മരുഭൂമിയിലൂടെ നടന്നു നീങ്ങിയപ്പോൾ വെള്ളത്തിനായി അവർ ദൈവത്തോട് യാചിച്ചപ്പോൾ തീക്കൽ പാറയിൽ നിന്ന്, അസാധ്യമായ തീക്കൽ പാറയിൽ നിന്ന് ദൈവം അവർക്ക് വെള്ളം കൊടുത്തത് കന്യാമറിയത്തിലൂടെയുള്ള ഈശോയുടെ ജനനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. മത്സ്യത്തിൻ്റെ വായിൽ ദ്രഹ്മപ്പണം നൽകിയതും കന്യാമറിയത്തിലൂടെ യേശു ജനിക്കുന്നതിൻ്റെ രഹസ്യം എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. മോശ ദർശിച്ച സാക്ഷ്യ പെട്ടകത്തിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും നിയമപ്പലകകളും യേശുക്രിസ്തുവിലൂടെ മന്ന ഇട്ടുവെച്ച പൊൻപാത്രം യേശുക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. നിയമപ്പലകകൾ ഇതെല്ലാം യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അഹറോന്റെ തളിർത്ത വടി കന്യാമറിയത്തിലൂടെ യേശു ജനിക്കുന്നതിൻ്റെ രഹസ്യമാണ് സൂചിപ്പിക്കുന്നത്. കുഞ്ഞാടതിനെ ജനിപ്പിച്ചൊരു മരം ഉണ്ടായവിടെ എന്ന് നാം പാടാറുണ്ട്. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരാട്ടിൻകുട്ടി ജനിച്ചത് യേശുക്രിസ്തു കന്യാമറിയത്തിലൂടെ ജനിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പിതാക്കന്മാർ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ആദ്യമായി ഇറങ്ങി വന്ന 120 പേരുടെ സംഘത്തിലും വിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. കഷ്ടതകളാകുന്ന കത്തി കൊണ്ട് കുത്തുകൊണ്ട പരിശുദ്ധ ദൈവമാതാവിനെ പറ്റി സുറിയാനി സഭയുടെ ദുബദേനികളിൽ 5-ാം ദുബദേനിൽ ഇങ്ങനെയാണ് കോർത്തിണക്കിയിരിക്കുന്നത്. മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ നമ്മുടെ മാർ സേവേറിയോസും എന്നാണ്. സംശയം കൂടാതെ ദൈവമാതാവിന്ന് കന്യാമറിയത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദുബദേനിലൂടെ ഓർപ്പിക്കുകയാണ്. ഒരു സൃഷ്ടാവിൻ്റെ അവതാരത്തിന് നിമിത്തമാകുക, സർവത്തെയും നിയന്ത്രിക്കുന്നവൻ ഒരു കന്യയുടെ ഗർഭഗൃഹത്തിൽ ഉരുവാകുക, ലോകത്തിൻ്റെ പാപപരിഹാരമായി തീർന്നവൻ കേവലം ഒരു കന്യകയുടെ ഉദരഫലമായി മാറുക, അത് അത്ഭുതകരം തന്നെ, അപൂർവങ്ങളിൽ അപൂർവവും അതിശയങ്ങളിൽ അതിശയവുമാകുന്നു. ക്രൈസ്തവ ധന്യത വിളംബരം ചെയ്യുന്ന ദിവ്യ മാതൃത്വത്തിൻ്റെ പരിപാവനമായ സാക്ഷാത്കാരമാണ്. സൗഹൃദ ജീവിതത്തിൻ്റെ അടയാളമാണ് ദൈവ ജനനി.
സന്താനഭാഗ്യം ഇല്ലാതെ കഴിഞ്ഞ യുയാക്കീം ഹന്ന ദമ്പതികളുടെ ഭക്തിയും പ്രാർത്ഥനയും ഉപവാസവും സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, ഹന്ന ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കും, അവൾക്ക് മറിയ എന്ന് പേർ വിളിക്കപ്പെടും എന്നരുളി ചെയ്ത പ്രവചനം നിവൃത്തിയായി. അനുസരണത്തിലും അറിവിലും അവൾ വളർന്നു, പ്രാർത്ഥനയിലും ഉപവാസത്തിലും അവൾ മുഴുകി. 14 വയസ്സായപ്പോൾ വേദപഠനം പൂർത്തിയാക്കി, ആചാര്യന്മാരുടെ അനുഗ്രഹങ്ങൾ വാങ്ങി. കന്യാവ്രത പരിപാലനത്തിലൂടെ ദൈവഹിതപ്രകാരം അവൾ വളർന്നു വന്നു. തുടർന്ന് ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും താല്പര്യമനുസരിച്ച് ദൈവനിയോഗപ്രകാരം സ്വന്തം ഗോത്രത്തിൽപ്പെട്ട യൗസേഫും ഭാഗ്യവതിയായ മറിയയും തമ്മിലുള്ള വിവാഹ നിശ്ചയ വിളംബരം ചെയ്തു. ആത്മവിശുദ്ധിയിലും സ്നേഹവായ്പിലും അവൾ ദൈവത്തിന് പ്രീതികരമായി വർത്തിച്ചു. കൃപ നിറഞ്ഞവളായി, നന്മയുടെ ഉറവിടമായി, രക്ഷാകരമായി, സുവിശേഷമായി കന്യക രൂപാന്തരം പ്രാപിച്ചപ്പോൾ അതിനനുസൃതമായ മാറ്റവും പുതുക്കവും യോസഫിനും ഉണ്ടായി. കന്യകയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, അടുത്തതാണ് മംഗളവാർത്തയുമായി ഗബ്രിയേൽ ദൂതൻ സന്ദേശവുമായി മറിയത്തിൻ്റെ അടുക്കലേക്ക് വരികയാണ്. 6-ാം മാസം ഗബ്രിയേൽ മാലാഖ കന്യാമറിയത്തിൻ്റെ അടുക്കൽ ചെന്നു. കൃപ നിറഞ്ഞവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്കുകളെ കേട്ട് ഭ്രമിച്ചുപോയി. ദൂതനവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ വാർത്തയറിഞ്ഞ് യോസഫിൻ്റെ മനം കലങ്ങിപ്പോയി. ഇതെങ്ങനെ? പക്ഷേ രാത്രിയിൽ യോസഫിന് ദർശനമുണ്ടായി. എല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറവേറി എന്നറിഞ്ഞപ്പോൾ അവൻ ദൈവത്തെ സ്തുതിച്ച് നന്ദി അർപ്പിക്കുവാൻ തുടങ്ങി. അനന്തരം അവൾ ഒരു ദിവസം അടുത്ത ബന്ധുവായ എലിസബത്തിൻ്റെ വീട്ടിൽ എത്തി. താൻ വന്ന കാര്യം അറിയിച്ചു. വന്ദനസ്വരം കേട്ട മാത്രയിൽ തന്നെ പിള്ള എലിസബത്തിൻ്റെ ഉള്ളത്തിൽ തുള്ളാൻ തുടങ്ങി. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നതിലുള്ള സന്തോഷം അവർണ്ണനീയമാണ്. ഈ ഭാഗ്യം എനിക്കെങ്ങനെയുണ്ടായി? സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു എന്ന് എലിസബത്ത് പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളത്തിൽ പിള്ള തുള്ളിച്ചാടി. കന്യക പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ വചനപ്പ് പെരുന്നാളിൻ്റെ പൊരുൾ അവൾ മുൻകൂട്ടി ധരിച്ചിരുന്നു എന്ന് വ്യക്തം. 3 മാസത്തോളം അവിടെ താമസിച്ചു. അതിനുശേഷം സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയെന്നാണ് ചരിത്രരേഖകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അടുത്തത് കാനായിലെ അത്ഭുതമാണ്. യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം പച്ചവെള്ളം വീഞ്ഞാക്കുകയായിരുന്നു. ഈശോയുടെ പരസ്യ ശുശ്രൂഷയിൽ നിറവും ഗുണവും രുചിയുമില്ലാത്ത വെറും പച്ചവെള്ളത്തെ അവിടുന്ന് ദർശിച്ചപ്പോൾ അത് നിറമുള്ള, ഗുണമുള്ള, രുചിയുള്ള മേൽത്തരം വീഞ്ഞായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയും മറിയത്തിൻ്റെ ഇടപെടൽ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. കാനായിലെ കല്യാണ സൽക്കാരത്തിൽ വീഞ്ഞ് തീർന്നു പോയ വിവരം മാതാവ് യേശുവിനെ അറിയിക്കുന്നു. ഉടൻ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നു. അടുത്തതാണ് സഹനത്തിൻ്റെ പാതയിലൂടെയുള്ള ഈശോയുടെ യാത്ര. നിർദോഷിയായ തൻ്റെ മകനെ പീലാത്തോസിൻ്റെ അരമനയിൽ വിചാരണ ചെയ്തപ്പോഴും ഒരു കുറ്റവും ചെയ്യാത്ത യേശുവിനെ മരണശിക്ഷ വിധിച്ചപ്പോഴും റോമൻ പടയാളികൾ യേശുവിനെ ക്രൂരമായി മർദ്ദിക്കുമ്പോഴും മുൾക്കിരീടം ചൂടുമ്പോഴും മുഷ്ടി ചുരുട്ടി അവനെ ഇടിക്കുമ്പോഴും മരക്കുരിശേന്തി കാൽവറിയിലേക്ക് വീണും ഇടറിയും ഈശോ നടന്നു പോകുമ്പോഴും സഹനത്തിൻ്റെ പാതയിലൂടെ അമ്മ ഈശോയ്ക്കൊപ്പം ഉണ്ടായിരുന്നു.
പ്രാപഞ്ചികമായ ദുഃഖഭാരത്തോടെ ആ അമ്മ വിലാപത്തോടെ കണ്ണുനീരോടെ യേശുവിനെ പിന്നാലെ യാത്ര ചെയ്തു. അമ്മയും മകനും തമ്മിൽ നേർക്കുനേർ കാണുന്ന രംഗം സുറിയാനി സഭയുടെ പിതാക്കന്മാർ ഇങ്ങനെ ചേർത്തിണക്കിയിട്ടുണ്ട് ദുഃഖവെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയിൽ. എൻ്റെ ഓമന മോനെ, നീ എവിടേക്ക് പോകുന്നു? നിന്നെ ഇവർ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു? ഈ ദുഷ്ടന്മാരുടെ കൈകളിൽ നീ എന്തിനെ തനിയെ ഏൽപ്പിച്ചു കൊടുത്തു? മറിയത്തിൻ്റെ വിലാപമാണ് പിതാക്കന്മാർ ചേർത്തിരിക്കുന്നത്. തകർന്ന ഹൃദയത്തോടെ അമ്മ, വൃണത ഹൃദയത്തോടെ മകൻ. ആ മാതൃദർശനം ഔഷധ സമമായിരുന്നു. ഭൗമിക ഭവനം നശ്വരവും സ്വർഗീയ ഭവനം അനശ്വരവുമാണെന്ന് അമ്മ തിരിച്ചറിഞ്ഞു. ദുഃഖസാഗരം നീന്തിക്കടന്ന് രക്ഷയുടെ സങ്കേത ഭൂമിയിലേക്ക് എത്താമെന്ന് അമ്മ പ്രത്യാശിച്ചു. യേശു ക്രൂശിൽ കിടന്നപ്പോഴും അരികെ അമ്മയുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയെയും താൻ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനെയും ചേർത്ത് നിർത്തി ഇങ്ങനെ പറഞ്ഞു: അമ്മയോട് ഇതാ നിന്റെ മകൻ, ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ. അനന്തരം എൻ്റെ പിതാവേ, അങ്ങയുടെ കൈകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ജീവൻ പിടിഞ്ഞു. പിന്നീട് പീലാത്തോസിൻ്റെ അനുവാദത്തോടെ യേശുവിൻ്റെ മൃതശരീരം ക്രൂശിൽ നിറക്കി വ്യാകുല ചിത്തയായ അമ്മയുടെ മടിയിൽ കിടത്തി. ആ പൂമേനി തലോടി അമ്മ കരഞ്ഞു, ചുടുചുംബനമർപ്പിച്ചു. ഒടുവിൽ അരിമത്യാക്കാരൻ യോസഫിൻ്റെ ഉടമസ്ഥതയിലുള്ള കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു. യേശു ഇനി ഉയർക്കില്ല എന്നെല്ലാവരും ചിന്തിച്ചു. എന്നാൽ മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. മനുഷ്യന്റെ സകല കണക്കുകൂട്ടലും തെറ്റി. റോമാ ഗവൺമെന്റിന്റെ സകല കണക്കുകൂട്ടലും തെറ്റി. യഹൂദജനത്തിന്റെ സകല പദ്ധതികളും പൊളിഞ്ഞുപോയി. ഇതാ അമ്മയുടെ ഉള്ളം തെളിഞ്ഞു. കർത്താവിൻ്റെ ഉദ്ധാനം വീഴ്ചയെ തുടർന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. പീഡാനുഭവത്തെ തുടർന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. യേശുവിൻ്റെ നിർദ്ദേശപ്രകാരം യോഹന്നാൻ്റെ ഭവനത്തിലാണ് മറിയ വസിച്ചിരുന്നത്. സ്വർഗത്തിലേക്ക് പോകുവാൻ ഒരു ദിവസം അമ്മ ആഗ്രഹിച്ചു. ഗബ്രിയേൽ മാലാഖ അമ്മയുടെ അരികിലെത്തി. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. ഇനിയും ഇഹത്തിൽ നിന്ന് നിത്യജീവിതത്തിലേക്ക് നമുക്ക് കടക്കാം എന്ന് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു. മറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ്. ഉടലോടമ്പര മാതാവേ, എൻ മാതാവേ മറിയാമേ എന്ന് പാടാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രയോ പ്രത്യാശ നിർഭരമായ ഒരു ജീവിതമാണ് യേശു നമ്മുടെ ഉള്ളത്തിൽ വരുന്ന ഭാഗ്യകരമായ അനുഭവം. ലോകത്തിൻ്റെ രക്ഷിതാവ് വിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉള്ളിൽ ജാതനായി. അവിടുന്ന് നമ്മെ രക്ഷിച്ചു. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് മോചനം നൽകി. അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു. മൂന്നാം ദിവസം മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റു. ആ യേശു വരാറായി. അവിടുത്തെ കാഹളം ധ്വനിക്കാറായി. ലോക സംഭവങ്ങളെല്ലാം അത് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുങ്ങാം, ഉണരാം, പ്രത്യാശയോടെ ദൈവരാജ്യത്തിലെത്താൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.